വിതിൻ നമ്പേഴ്സ് എന്ന പാഠഭാഗത്തിലെ പേജ് നമ്പർ 128, 129, 130 ഇതിലെ ചെറിയൊരു ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിവിഷൻ ആൻഡ് ഫാക്ടേഴ്സ്. ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ശ്രദ്ധിക്കുക. 72 ഡിവിഷൻ ബൈ 4. 72നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 18 കിട്ടുന്നു. ഇവിടെ ഹരിച്ച് നോക്കാം. 72 4 കൊണ്ട് ഹരിക്കുമ്പോൾ ആദ്യം 10 എടുക്കാം. 10 × 4 40, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 32 ആണ് വരുന്നത്. 8 × 4 ആണ് 32. ഒരു റിമൈൻഡർ കിട്ടുന്നത് 0 ആണ്. അപ്പോൾ ഇവിടെ എന്താണ് 10 + 8 ആണ് 18 ആണ് കോഷ്യന്റ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് എന്ത് പറയാം? 18 × 4 = 72 എന്ന് പറയാം. സോ ആദ്യമായിട്ട് 72നെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ 18 കിട്ടി. റിമൈൻഡർ എന്താണ്? 0 ആണ്. അതുകൊണ്ട് എന്ത് പറയാൻ കഴിയും? 72 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ഇത് നമ്മൾ തൊട്ട് മുൻപേ പഠിച്ചതാണ്. ഒരു സംഖ്യയുടെ മൾട്ടിപ്പിൾ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഹരിച്ചു നോക്കിക്കഴിഞ്ഞാൽ റിമൈൻഡർ 0 കിട്ടണം. 4 ഈസ് എ ഫാക്ടർ ഓഫ് 72. ഈ 4 എന്ന് പറയുന്നത് 72ന്റെ ഒരു ഫാക്ടർ ആണെന്ന് പറയാം. ഒരു ഉദാഹരണം എന്ന നിലയിൽ പറയാം. 10 എന്ന സംഖ്യയുടെ ഫാക്ടേഴ്സ് ആണ് കാണുന്നതെങ്കിൽ 2, 5. 2 × 5 ആണ് 10 വരുന്നത്. 2 എന്ന് പറയുന്നതും 5 എന്ന് പറയുന്നത് എന്താണ്? 10ന്റെ ഫാക്ടേഴ്സ് ആണ്. ഇവിടെ നമ്മൾ 2 സംഖ്യകൾ എടുക്കുകയാണ്. 6 അതേപോലെ തന്നെ 54 എന്ന സംഖ്യ എടുക്കുകയാണ്. 54 ഈസ് ഈക്വൽ ടു 6 × 9. ഗുണനപ്പട്ടിക നമുക്ക് എല്ലാവർക്കും അറിയാം. 6 × 9 54 ആണ്. 6 × 9 54 ആണെങ്കിൽ 54 ഹരിക്കണം 6 എത്ര കിട്ടും? 9 കിട്ടും, 9 കിട്ടും. അതേപോലെ തന്നെ 54നെ 9 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് കിട്ടുന്നത്? 6 ആണ് കിട്ടുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് പറയാൻ കഴിയും. 54നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ 9ഉം 54നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 6ഉം കിട്ടും. ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമുക്ക് എന്ത് പറയാൻ കഴിയും എന്ന് നോക്കാം. നമ്പേഴ്സ് എടുക്കുകയാണ്. 6 ആൻഡ് 54. 54 ഈസ് ഈക്വൽ ടു 6 × 9. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 6 × 9 54. ഇങ്ങനെയാണെങ്കിൽ എന്ത് പറയാൻ കഴിയും? 54 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6. നമ്മളിപ്പോൾ പഠിച്ച തൊട്ട് മുൻപേ പഠിച്ച കാര്യമാണ്. 54 6ന്റെ മൾട്ടിപ്പിൾ ആണ്. അതേപോലെ തന്നെ എന്ത് പറയാം? ഇവിടെ 9 കൂടി ഉണ്ട് അല്ലേ? അപ്പൊ എന്ത് പറയാം? 54 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. 54 എന്നത് 9ന്റെ മൾട്ടിപ്പിൾ ആണെന്നും പറയാം. പിന്നീട് എന്ത് പറയാം? 54നെ 6 കൊണ്ട് ഡിവിഷൻ ചെയ്താൽ 9 കിട്ടും. അതേപോലെ തന്നെ 54നെ 9 കൊണ്ടാണ് ഡിവിഷൻ ചെയ്യുന്നതെങ്കിൽ 6 കിട്ടും. 6 ഈസ് എ ഫാക്ടർ ഓഫ് 54 എന്നും പറയാം. 9 ഈസ് എ ഫാക്ടർ ഓഫ് 54 എന്നും പറയാൻ കഴിയും. 10ന്റെ ഫാക്ടേഴ്സ് തൊട്ട് മുൻപേ പറഞ്ഞതാണ്. 2 × 5 ആണ് 10 വരുന്നത്. അപ്പോൾ 2ഉം 5ഉം 10ന്റെ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഒരു സംഖ്യ എടുക്കുകയാണ്. 5 ആൻഡ് 10 എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്ത കണക്ക് പ്രകാരമാണെങ്കിൽ 10 ഈസ് ഈക്വൽ ടു 2 × 5 എന്ന് നമുക്ക് എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? 10 ഈസ് മൾട്ടിപ്പിൾ ഓഫ് 2 അല്ലേ? 10 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 എന്നും പറയാൻ കഴിയും. അടുത്ത എന്താണ് ചെയ്യേണ്ടത്? 10നെ 2 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 5 കിട്ടും. അതേപോലെ തന്നെ 10നെ 5 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 2 കിട്ടും. ഇതാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ 10 ഡിവിഷൻ 2 ഈസ് ഈക്വൽ ടു 5. 10 ഡിവിഷൻ 5 ഈസ് ഈക്വൽ ടു 2. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം 5 എടുക്കാം. 5നെ കൊണ്ട് എന്ത് പറയാം? 5 ഈസ് എ ഫാക്ടർ ഓഫ് 10. അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത എടുക്കുന്നത് 2 ആണ്. 2 ഈസ് എ ഫാക്ടർ ഓഫ് 10. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്ത് ചെയ്യേണ്ടി വരും? ടെസ്റ്റിൽ കൊടുത്തതുപോലെ തന്നെ ഒരു ടേബിൾ വരച്ചിട്ട് അത് നമ്മൾ എഴുതണം. ഇവിടെ കൊടുത്തിരിക്കുന്ന കണക്കുകൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം. പാഠഭാഗത്തിന്റെ തുടർച്ചയായ ഫാക്ടേഴ്സ് ഇൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷനിൽ എന്താണ് പറയുന്നതെന്ന് പരിശോധിക്കാം. 2 സംഖ്യകളെ തമ്മിൽ ഗുണിക്കേണ്ടി വരുമ്പോൾ അതിന്റെ ഗുണന പ്രക്രിയ കുറച്ചുകൂടി ഈസിയാക്കി മാറ്റുന്ന ഒരു കാര്യം ഇവിടെ പഠിക്കാൻ പോവുകയാണ്. ഉദാഹരണമായിട്ട് എടുക്കുന്നത് 12 × 15 ആണ്. നോർമൽ കേസിൽ 12 × 15 ചെയ്യുമ്പോൾ 2 × 5 ചെയ്യും. പിന്നീട് 1 × 5 ചെയ്തും അത് നമ്മളിവിടെ എഴുതി വെക്കും. അതിനുശേഷം 1ന്റെ ഗുണിതങ്ങൾ എഴുതും. അതിനുശേഷം എന്താ ചെയ്യുക? രണ്ടും കൂട്ടി നോക്കിയിട്ടാണ് ആൻസർ കിട്ടുന്നത്. ഇതിന് പകരമായിട്ട് മറ്റൊരു മാർഗം നമ്മൾ സ്വീകരിക്കുകയാണ്. 12 ഈസ് ഈക്വൽ ടു
എന്താണ് അതിന്റെ പ്രോഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ആക്കി മാറ്റി എഴുതുകയാണ്. 12നെ 2 ഇൻറ്റു 6 അതാണ് അതിന്റെ പ്രോഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ്. 12 ഇൻറ്റു 15നെ എന്ത് ചെയ്യാം, 12 എന്താക്കി മാറ്റി എഴുതുകയാണ്, 6 ഇൻറ്റു 2 ആക്കി മാറ്റി എഴുതുകയാണ്. 15ന് മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ 6 ഇൻറ്റു 2 ഇൻറ്റു 15 എന്ന് എഴുതുകയാണ്. ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ 2 ഇൻറ്റു 15 മനക്കണക്കായിട്ട് ചെയ്യാൻ കഴിയും. എത്രയാണ്? 30 ആണ്. അതിനുശേഷം 30യെ 6 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 180. ആൻസർ വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഈ ഒരു മെത്തേഡിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നോക്കൂ, 12 ഇൻറ്റു 15 എന്താക്കി എഴുതുന്നത്? 6 നമ്മൾ ആദ്യം ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് 2 ഇൻറ്റു 15 ആണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ബ്രാക്കറ്റിലേക്ക് എടുത്ത് എഴുതുകയാണ്. പിന്നീട് 6 ഇൻറ്റു 2 ഇൻറ്റു 15 വരുന്നത് 30, 6 ഇൻറ്റു 30 വരുന്നത് 180. ഇപ്പോൾ ചെയ്ത പ്രോബ്ലം ചിത്രത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ 12 ഇൻറ്റു 15 ആണ് വരുന്നത്. 12 റോകളാണുള്ളത്, 15 കോളംസ് ആണുള്ളത്. കോളംസിനെ മാറ്റുന്നില്ല, കോളം 15 കോളം തന്നെയാണുള്ളത്. അതിന് പകരമായിട്ട് 12 റോകൾ എന്താക്കി തിരിക്കുകയാണ്? 2 വീതമുള്ള 6 റോകളായിട്ട് മാറ്റുകയാണ്. ഓരോ റോയിലും 2 വീതമാണുള്ളത്. അങ്ങനെ എത്ര റോകളാണുള്ളത്? 6 റോകളാണ് ഉള്ളത്. ഓക്കെ, ചിത്രം വരച്ച് ചെയ്യുമ്പോൾ ഇതേപോലെയാണ് ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം കൂടി നോക്കാം. അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം 16 ഇൻറ്റു 18 ആണ്. 16നെ മാറ്റി എഴുതാൻ പോവുകയാണ്. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ശരിയല്ലേ? 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 2 16. ഇവിടെ 18 ഇൻറ്റു 16നെ എങ്ങനെയാണ് മാറ്റി എഴുതുന്നത്? 18 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 അതായത് 16നെയാണ് പ്രോഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ആക്കി മാറ്റി എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം ചെയ്യാൻ പോകുന്നത് 18 ഇൻറ്റു 2 ആണ്. 18 ഇൻറ്റു 2 എത്രയാണെന്ന് നോക്കുക. 18 ഇൻറ്റു 2 ഗുണിച്ചു നോക്കിയിട്ടും ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്? 18 പ്ലസ് 18. 18 പ്ലസ് 18 കിട്ടുന്നത് എത്രയാണ്? 36 ആണ്. അപ്പോൾ ആദ്യത്തെ 2 നമ്മൾ ചെയ്തു. അടുത്ത 2 എന്താണ്? വീണ്ടും 36 പ്ലസ് 36 എത്രയാണ്? 72. അപ്പോൾ എന്താണ്? രണ്ടാമത്തെ ചെയ്തു കഴിഞ്ഞു. പിന്നീട് 2 എണ്ണമാണ് ബാക്കിയുള്ളത്. 72ന്റെ ഇരട്ടി വരുന്നത് എത്രയാണ്? 72 പ്ലസ് 72 144 ആണ്. വീണ്ടും ഒരു ഡബിൾ കൂടെ ചെയ്ത് കഴിഞ്ഞു. വീണ്ടും ഒന്നുകൂടെ ഇരട്ടിയാവുന്നുണ്ട് അല്ലേ? 144 പ്ലസ് 144 വരുന്നത് 288. ഈ 2 രീതിയിലും നമുക്ക് ഗുണനങ്ങൾ ചെയ്യാൻ കഴിയും. അതായത് ഘടകങ്ങളാക്കി മാറ്റി ഫാക്ടേഴ്സ് ആക്കി മാറ്റിയതിന് ശേഷം ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 2 പ്രവൃത്തി പരിചയങ്ങളാണ് ചെയ്യാനുള്ളത്. ആ രണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.